ഹായ്, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് നിൽക്കുന്നത് ശാന്താനന്ദം വിദ്യാനികേതൻ സ്കൂളിൻ്റെ കാമ്പൗണ്ടിലാണ്. പ്രകൃതി സുന്ദരമായ ഈ സ്ഥലം പ്രേക്ഷകരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ശുദ്ധവായു നല്ല രീതിയിൽ ലഭിക്കുന്ന ഈ സ്ഥലത്തിന്റെ അടിവാരത്തിൽ കൂടി അച്ചൻകോവിൽ ആറാണ് ഒഴുകുന്നത്. അതിന്റെ തൊട്ട് അടുത്തായിട്ട് പത്തനംതിട്ട കൃഷി ഭവനാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ശാന്തസുന്ദരമായ സ്ഥലം നമുക്ക് കാണുവാനൊക്കെ ഉണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കാരണം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അക്കരെ ഭാഗത്ത് നല്ല മരങ്ങള്, വൃക്ഷങ്ങള് ഒക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം വീടുകള് ഒക്കെ തന്നെ ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്കൂള്. പ്രകൃതി രമണീയമായ ഈ സ്ഥലം വന്നു കാണുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള നല്ല ഒരു അന്തരീക്ഷവുമാണ് ഈ സ്ഥലത്തുള്ളത്. അത്യാവശ്യം ചില മുളങ്കാടുകൾ സൈഡിലെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മാവ്, പറങ്കിമാവ്, കൊന്നപ്പൂ ലഭിക്കുന്ന കൊന്നമരം, അങ്ങനെ പൂക്കളുടെ ഒരു ശേഖരം തന്നെ. കാരണം അരളി, തെറ്റി, തുളസി, അങ്ങനെയുള്ള ചെടികൾ, ചെമ്പകം ഒക്കെ ഈ പരിസരത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രകൃതി രമണീയമായ സ്ഥലം പത്തനംതിട്ട ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് കിടക്കുന്നത്. നല്ല കാറ്റാണ് ഇവിടെ നിന്നാൽ. നല്ല കാറ്റാണ്. ഈ മുളങ്കാടുകൾക്കിടയിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ചറിയേണ്ട ഒരു അനുഭൂതി എന്ന് പറയാം. ഇവിടെ നിന്നാൽ പത്തനംതിട്ട ടൗണിലുള്ള ഏകദേശം ടൗണിലെ സെന്റ് പീറ്റേഴ്സ് പള്ളിയും അതുപോലെ മാക്കാങ്കുന്ന് പള്ളിയും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ശാന്താനന്ദ മഠത്തിന്റെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കാര്യങ്ങളുമൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്.